ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവയാനി ഗംഗയോട് പറയും, മാളുവിനെ കിട്ടിയില്ലെങ്കിൽ ഇനി നിന്റെ സ്ഥാനം ഈ കൈലാസത്തിന്റെ പുറത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗംഗ. എന്നിട്ട് റൂമിൽ പോയിട്ട് ഗൗരിയെ കുറെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഗൗരി എത്ര വിളിച്ചിട്ടും വരുന്നില്ല. അപ്പോൾ ഗംഗ വിചാരിക്കും, ഞാൻ എത്ര വിളിച്ചിട്ടും ഗൗരി ചേച്ചി എന്താ ശ്രീ മഹേശ്വര വരാത്തത്? ഞാൻ എത്ര പ്രാവശ്യമായിട്ട് ചേച്ചിയെ വിളിക്കുന്നു. എന്നിട്ട് വീണ്ടും ഗൗരി ചേച്ചി എന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ. അതേസമയം ഗുരു അമ്മയുടെ ശിഷ്യ കൊടുത്ത ഗൗരിയെ ആവാഹിച്ച പാവ ഗുരു അമ്മയുടെ ശിഷ്യ പറഞ്ഞതുപോലെ കാട്ടിലെ ആ മരത്തിൽ കൊണ്ടുപോയിട്ട് തറച്ചു വെക്കുകയാണ് ശ്രേയയും ഹേമാവതിയും കൂടെ. എന്നിട്ട് പറയും, ഇതോടെ ഈ ശല്യം തീർന്നു, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല. എന്നിട്ട് ആ കുടത്തിൽ കൊടുത്ത ആത്മാവിനെയും തുറന്നു വിടുകയാണ്. അതേസമയം ഗംഗ ശ്രീമഹേശ്വരന്റെ മുമ്പിൽ കൈ കൂപ്പി കരഞ്ഞുകൊണ്ട് പറയും, ഗൗരി ചേച്ചി എന്താ വരാത്തത്? ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണെങ്കിൽ ചേച്ചി അവിടുന്ന് രക്ഷിക്കണേ. ഗൗരി ചേച്ചി വന്നാൽ മാത്രമേ മാളുവിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് മാളുവിനെ കണ്ടുപിടിക്കാൻ സഹായിക്കണേ ശ്രീ മഹേശ്വര. അതേസമയം ശ്രേയ ഹേമാവതിയോട് പറയും, അങ്ങനെ ഈ കാര്യത്തിലൊരു തീരുമാനമായി അമ്മേ. എത്ര നാളത്തെ സ്വപ്നമാണ് ഇപ്പോൾ സാഫല്യമായത്. ഇനി ഗൗരിയെ രക്ഷിക്കാൻ ആര് വന്നാലും ഇതിന് കാവൽ നിൽക്കുന്ന ആത്മാവ് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും. ഇത് കേൾക്കുമ്പോൾ ഹേമാവതി പറയും, ഒരു സംശയമുണ്ട് മോളെ. ഇനി എന്തിനാ അമ്മേ സംശയം? എല്ലാം കഴിഞ്ഞില്ലേ? അതല്ല മോളെ, എന്നാ അമ്മ ചോദിക്കേ. അപ്പോൾ ഹേമാവതി പറയും, ഇപ്പൊ നമ്മൾ തുറന്നുവിട്ട ആത്മാവ് നമ്മളെ ഉപദ്രവിക്കുവോ? വേറൊന്നും കൊണ്ടും ചോദിച്ചതല്ല, ഒരു പ്രേതത്തെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ടാണ് ഈ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നത്. ഇനി ഇതിന്റെ കൂടെ ഉപദ്രവം ഉണ്ടാവുമോ? അത് ആലോചിച്ചിട്ട് പേടിച്ചിട്ട് ചോദിച്ചാണ് ഞാൻ. അപ്പോൾ ശ്രേയ പറയും, അതൊന്നും ഉണ്ടാവില്ലമ്മേ, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അതേസമയം മാളു എന്നെ തുറന്നുവിടുക എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. എന്നിട്ട് പറയും, അമ്മ ഈശ്വരൻ്റെ അടുത്തല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കമ്മേ, എനിക്ക് വീട്ടിലേക്ക് പോകണം. എൻ്റെ അച്ഛനും ഗംഗയും ഇപ്പം എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും, എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗൗരിയുടെ അമ്മയ്ക്ക് സങ്കടമാവുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗരിയുടെ അമ്മ പോയിട്ട് ഗോകുലിനോട് പറയും, മോളുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഗോകുലേ. അപ്പോൾ ഗോകുൽ പറയും, ഇതൊക്കെ അമ്മ സഹിച്ചേ പറ്റൂ, തൽക്കാലം അമ്മ അവളുടെ അടുത്തേക്ക് പോകണ്ട, കുറച്ച് സമയം കരഞ്ഞു കഴിയുമ്പോൾ അവൾ നിർത്തിക്കോളും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഗോകുൽ? അവൾ കുഞ്ഞല്ലേ, ഇങ്ങനെ കരഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരില്ലേ? അതുമാത്രമല്ല ഇതുവരെ അവൾ ഒന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഗോകുൽ പറയും, നന്നായി വിശക്കുമ്പോൾ കഴിച്ചോളും, അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. എൻ്റെ ഗൗരി പോയി, ഇനി അവളുടെ കുഞ്ഞാണ് ആകെ ഉള്ളത്. ആ കുഞ്ഞ് എൻ്റെ ഒപ്പം വേണം, അതാണ് എൻ്റെ ആഗ്രഹം. മഹിയുടെയും രണ്ടാം ഭാര്യയുടെയും ഇഷ്ടത്തിന് തട്ടിക്കളിക്കാൻ അവളെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഗോകുൽ പറയും, അതിനു വേണ്ടി തന്നെയാണ് കുഞ്ഞിനെ നമുക്കൊപ്പം നിർത്താൻ ഞാനും ആഗ്രഹിക്കുന്നത്. മഹിയുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടിയെ നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞ് ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിക്കാണും. അപ്പോൾ അമ്മ പറയും, എങ്കിൽ പിന്നെ ഇനി അധികം കുഞ്ഞിനെ വിഷമിപ്പിക്കേണ്ട ഗോകുൽ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ തന്നെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമല്ലോ, അപ്പോൾ നമുക്ക് കുഞ്ഞിനെ വിട്ടുകൊടുത്താലോ. അപ്പോൾ ഗോകുൽ പറയും, അമ്മ വെറുതെ പഠിക്കൽ കൊണ്ടുപോയി കലോടയ്ക്കരുത്, കുറച്ചുകൂടി ക്ഷമിച്ചേ മതിയാവൂ. നാളെ രാവിലെ നമ്മളൊന്നും അറിയാത്തതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് വിടണം. എങ്കിൽ ശരി, നീ പറയുന്ന പോലെ ചെയ്യാം. എനിക്കെപ്പോഴും ആൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അതേസമയം ശ്രേയ ഹേമാവതിയും തിരിച്ച് കൈലാസത്തിലേക്ക് തിരിച്ചു വരാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി നമ്മൾ എത്ര നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു അമ്മേ. എന്തൊക്കെ ചെയ്തു, എല്ലാ ശ്രമങ്ങൾക്കും കൊടുക്കും, എങ്ങനെയെങ്കിലും പരാജയപ്പെടും. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വിജയിച്ചു. ആ പിശാചിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി. ഇതൊക്കെ എൻ്റെ തലയിൽ തൂണ് വീണ് കല്യാണം മുടങ്ങുന്നതിന് മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ മഹിയേട്ടൻ്റെ ഭാര്യ ആകുമായിരുന്നു. അപ്പോൾ ഹേമാവതി പറയും, നീ പേടിക്കേണ്ട മോളെ, ഇനി അവസരമുണ്ടല്ലോ. ഗൗരിയെ തളച്ചതുകൊണ്ട് ഇനി ഗംഗയെ പുറത്താക്കാൻ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ അടുത്ത ലക്ഷ്യം ഗംഗയെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുക എന്നതാണ്. അവളെ സഹായിക്കാൻ ഇനി ഗൗരി വരില്ലല്ലോ. എത്ര ദിവസം ഗംഗയ്ക്ക് ഗൗരിയുടെ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇന്നെങ്കിലും മനസമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവുകയാണ്. അതേസമയം ആള് മുറിയിലിരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്ത് താഴേക്കിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട്, അയ്യോ അമ്മേ, ഓടി വരണേ, എൻ്റെ കൈ ഒടിഞ്ഞേ, എൻ്റെ കൈ മുറിഞ്ഞേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ്. എന്നിട്ട് ഡോറിൻ്റെ പിന്നിൽ പോയി മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. മാളുവിൻ്റെ ശബ്ദം കേട്ട് ഗൗരിയുടെ അമ്മ വന്ന് ഡോർ തുറക്കുമ്പോൾ കാണുന്നത് പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ്സാണ്. എന്നിട്ട് മാളു എന്ന് വിളിച്ച് അകത്തേക്ക് കയറിയതും മാളു ഇറങ്ങി ഓടിപ്പോവുകയാണ് കേട്ടോ. മാളു ഇറങ്ങി ഓടിപ്പോയത് ഗൗരിയുടെ അമ്മ കണ്ടിട്ടില്ല. മാളുവിനെ എന്നിട്ട് കാണാതായ വിവരം ഗൗരിയുടെ അമ്മ ഗോകുലിനെ വിളിച്ച് പറയുകയാണ്. അതേസമയം കൈലാസത്തിൽ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് പോലീസ് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഹേമാവതി എസ്ഐയോട് പറയും, ഗംഗയാണ് സാറേ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുചെന്ന് വിട്ടത്, കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് സാർ തന്നെ ഗംഗയോട് ചോദിക്കണം. ഇത് കേൾക്കുമ്പോൾ എസ് ഐ ഗംഗയോട് ചോദിക്കും,
പറയൂ ഗംഗെ, എന്താ ഉണ്ടായത്? ഇത് കേട്ട് പേടിച്ചു നിൽക്കുന്ന ഗംഗയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മാളു ഓടിപ്പോയി എത്തിയത് നകുലിന്റെ മുമ്പിലേക്കാണ് കേട്ടോ. നകുലിന്റെ കയ്യിൽ നിന്ന് മാളു ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.